വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയാണ് നടക്കുക. തെരച്ചിലിനായി കാർവാറിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ ഗംഗാവലി തീരത്തെത്തി. അർജുന്റെ കുടുംബാംഗങ്ങൾ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഇപ്പോൾ സേനാംഗങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തിരച്ചിലിന്റെ ഒരു ഗതി, അവരുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ അത് ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും മാരിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഇവിടെയാണ് ഈ നാവികസേന അംഗങ്ങൾ ഈ തെരച്ചിൽ തുടക്കം കുറിക്കുക. ഇവിടെ നിന്നും നമുക്ക് ഇനി ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പുഴയുടെ മൺകൂന ഉള്ള ആ ഭാഗങ്ങളിൽ ആയിരിക്കും ആദ്യം തെരച്ചിൽ നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലോറിയുടെ കൃത്യമായ ലോറി ഏത് രീതിയിലാണുള്ളത് ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക. അതിനുശേഷം മാത്രമേ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ലോറിയുടെ അകത്ത് കയറി ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്ന നേരത്തെ ഉള്ള ഒരു നിഗമനം അത് പരിശോധിക്കും. അതാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും നിർണായകമാകുക. ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കുക. ഇന്ന് തുടക്കത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ വലിയ തോതിൽ നീരൊഴുക്ക് ഈ പുഴയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഈ ദൌത്യത്തിന് വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. എന്തായാലും ആ മൺകൂനയ്ക്ക് സമീപം മാർക്ക് 4 അവിടെയാണ് ലോറിയുടെ ഈ സാന്നിധ്യം കണ്ടെത്തിയത്. നേരത്തെ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ള നേരത്തെ നടത്തിയ റഡാർ പരിശോധനയിൽ ലോറി കണ്ടെത്തിയ പ്രദേശമാണ്. അവിടെയാണ് ഇന്ന് പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരിക്കൽ കൂടി പരിശോധന നടത്തുക, കൃത്യമായി ലോറി ട്രാക്ക് ചെയ്യുക. അതിനുശേഷം മുങ്ങൽ വിദഗ്ധർ ആ മേഖലകളിലേക്ക് പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കും. അതിനുശേഷം ഈ ലോറി പുറത്തേക്കെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഏതായാലും നേവിയുടെ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ കൂടി ഇനി വരേണ്ടതുണ്ട്. അതെത്തിയാൽ ഈ പരിശോധന ആരംഭിക്കും. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ തെരച്ചിൽ വീണ്ടും ഷിരൂരിൽ പുനരാരംഭിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നൊക്കെ രീതിയിലുള്ള പ്രതീക്ഷ, വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാം എന്ന ഒരു ആഗ്രഹം അത് തന്നെയാണ് കുടുംബാംഗങ്ങളും ഒപ്പം കേരളക്കരയാകെ നമുക്കറിയാം തുടക്കത്തിലൊക്കെ വലിയ പ്രാർത്ഥനകളും അത്രത്തോളം വലിയ കാത്തിരിപ്പൊക്കെ ആയിരുന്നു. അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ദിവസം 29 ആയിരിക്കുന്നു അർജുനെ കാണാതായിട്ട്. അതുകൊണ്ട് തന്നെ ഏത് അവസ്ഥയിലായിരിക്കും ഈ ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് അർജുന്റെ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. എന്തായാലും ഇനി ലോറിയുടെ ക്യാബിനകത്ത് അഥവാ അർജുൻ ഇല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൺകൂന, ആ മൺകൂനയ്ക്ക് അവിടുന്ന് മാറ്റേണ്ടി വരും. അതിനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കേണ്ടി വരും. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീടായിരിക്കും കടക്കുക. പ്രാഥമികമായ ഈ പരിശോധനയിൽ കൃത്യമായി ലോറി ട്രാക്ക് ചെയ്യുക, അതാണ് നേവിയുടെ നീക്കം. അതിനുശേഷമായിരിക്കും മുങ്ങൽ വിദഗ്ധരൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുക. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ഈ തിരച്ചിൽ ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതെ, ഏറ്റവും പ്രധാനം അത് തന്നെയാണ് ബൈജു. എന്തായാലും കുടുംബത്തിന് സ്വാഭാവികമായും വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. എന്തായാലും തെരച്ചിലെങ്കിലും പുനരാരംഭിക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ അവിടെ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ജിതിനെയൊക്കെ ബൈജു തന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്താണ് കുടുംബം ഈ ഇന്നത്തെ ഒരു തിരച്ചിൽ പുനരാരംഭിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത്? കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായമൊക്കെ അവർ ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത് ബൈജു? തീർച്ചയായും കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജിതിനും അതുപോലെ തന്നെ അർജുന്റെ സഹോദരനുമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഈ പുഴയുടെ നീരൊഴുക്കൊക്കെ വലിയ തോതിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ തിരച്ചിൽ നടത്തിയത്. ഏതായാലും പുനരാരംഭിച്ചതിൽ അവർ വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോറി കണ്ടെത്തി അതിനകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ നമ്മോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും അതിൽ എത്രയും പെട്ടെന്ന് സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രത്യാശ തന്നെയാണ് അവരും പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ നേവിയുടെ ഈ പരിശോധന അതവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ അതും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള യന്ത്രം ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അർജുനൊപ്പം
കന്നഡികരായ 2 പേർ കൂടി ഈ മണ്ണിനടിയിലുണ്ട്. അത് അവരെയും കൂടെ കണ്ടെത്തണം എന്ന ആവശ്യം ഈ കുടുംബം പറയുന്നുണ്ട്. ഒപ്പം ലോറി ഉടമയായ മനാഫ് കൂടി ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ നമുക്ക് ലോറി അല്ല പ്രധാനം, അതിനപ്പുറം അർജുനെ കണ്ടെത്തുക എന്നതാണ്. ആ ഒരു ലക്ഷ്യം തന്നെയാണ് അവർ പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ ജില്ലാ ഭരണകൂടം അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ ഈ തീരുമാനമെടുത്തതിൽ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നലെ കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം വന്നത്. അതിന് മുന്നോടിയായി നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പുഴയുടെ അടിയൊഴുക്കൊക്കെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 4 നോട്ട്സിൽ കുറവാണ് നിലവിൽ ഇപ്പോൾ ഈ പുഴയുടെ നീരൊഴുക്ക്. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നല്ല വെയിൽ ഉള്ള കാലാവസ്ഥയാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഈ പ്രദേശത്ത് മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ നീരൊഴുക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ മാറുകയും വലിയ തോതിൽ മഴ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഈ പുഴയിൽ വലിയ തോതിലുള്ള നീരൊഴുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തിരച്ചിൽ പിന്നീട് വലിയ പ്രതികൂലമായും ബാധിക്കും. ഈ ദിവസം വൈകുന്തോറും ഇതിൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ഇത് അർജുനെ അവസാനമായി ഒന്ന് കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം. അർജുൻ എവിടെയാണ്, അർജുന്റെ ലോറി എവിടെയാണ്, അർജുൻ ഈ പുഴയിലുണ്ടോ, ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് ഈ കുടുംബങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഇതുവരെ അതിനൊരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ ഘട്ടത്തിൽ, ഈ ഒരു തെരച്ചിലിന്റെ ഘട്ടത്തിലെങ്കിലും ലഭിക്കട്ടെ എന്നുള്ള പ്രതീക്ഷ നമ്മൾ എല്ലാവരും പങ്കുവെക്കുകയാണ്. ബൈജു, ഒരു കാര്യം കൂടി, അതായത് തുടക്കം മുതൽ തന്നെ കേരളം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെല്ലാം അവിടേക്ക് എത്തിയിരുന്നു. ഈ തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ അന്വേഷിക്കുകയും അതിനൊപ്പം ചേർന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് ശിരൂരിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഏതൊക്കെ നേതാക്കൾ അവിടേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് ഉണ്ടോ? തീർച്ചയായും മഞ്ചേശ്വരം MLA AKM അഷറഫ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് ജിതിൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത്. മറ്റ് നേതാക്കൾ MK രാഘവൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയേക്കുമെന്നും കുടുംബം പറയുന്നുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഇന്നലെ ബംഗളൂരുവിലെത്തി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ കണ്ട് ഇക്കാര്യത്തിൽ തെരച്ചിൽ ഉടൻ ആരംഭിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. ഏതായാലും കർണാടക ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഒരു ഹർജി പരിഗണനയുണ്ട്. ഇന്നലെ 68ാമതായി ലിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഹർജി ഇന്നലെ എടുത്തിരുന്നില്ല. അത് മറ്റൊരു ദിവസം മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ദിവസം ഏതാണെന്ന് കൃത്യമായി ഇനി വരാനുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ സമ്മർദ്ദം കർണാടക സർക്കാരിന് മേലുണ്ടായി എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും AKM അഷറഫ് MLA അല്പസമയത്തിനും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും KV ബൈജു ആണ് ശിരൂരിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഗംഗാവലി പുഴയിൽ അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കും. സേനാംഗങ്ങളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തെരച്ചിൽ ആരംഭിക്കുന്ന സമയത്തേക്ക് നമുക്ക് ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഗംഗാവലി നദിയിലെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ News 18നോട് പറഞ്ഞു. ജലനിരപ്പ് 4 നോട്ടിക്കൽ മൈലിന് താഴെ ആയതിനാൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനാകും. തെരച്ചിലിന് അനുയോജ്യമായ സമയമാണെന്നും ജിതിൻ പ്രതികരിച്ചു. അർജുനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചതിൽ കുടുംബം സന്തോഷിക്കുന്നുണ്ട്. എന്നാലും അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. നമുക്കൊപ്പം അർജുന്റെ സഹോദരൻ ഒപ്പം ജിതിനും ചേരുന്നു. ജിതിൻ, നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ തിരച്ചിലിൽ നമുക്ക് വീണ്ടും കിട്ടുന്നുള്ളത്? തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം ഇവിടെ വന്ന മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും മനസ്സിലാക്കിയെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും അടിയൊഴുക്ക് ഇല്ല, തീരെ ഇല്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ നിരപ്പ് കുറഞ്ഞിട്ടുണ്ട്, പുതിയ മൺകൂമ്പാരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടും ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. ഈ കറക്റ്റ് സാഹചര്യം ഇവിടുത്തെ ഭരണകൂടം ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ ഉപയോഗിക്കുന്നതന്നെ കരുതുന്നു. നേവി എന്തായാലും എത്തുമല്ലോ, അവർ എത്തിയിട്ട് അവരെ എന്താ ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാരണം ഇതിലും ഒഴുക്ക് കുറഞ്ഞൊരു നദി നമുക്ക് ഇനി ഇന്ത്യയിലുണ്ടോ എന്നുള്ള എനിക്ക് വേറെ ഡൗട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. നമുക്ക് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞു മണ്ണൂത്തി എന്നുള്ള യന്ത്രമൊക്കെ എത്തിക്കാൻ ഇനിയിപ്പോൾ ഏകോപിക്കാൻ ഏതെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെ ഇവിടെ എത്തണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ AKM അഷറഫ് MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. കാരണം ഇന്നലെ മിനിസ്റ്റർ AK ശശീന്ദ്രൻ അടക്കം പറഞ്ഞത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം
നോക്കാം. നമുക്ക് എന്തുണ്ടെങ്കിലും അവരെ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തിരച്ചിൽ ഏത് രീതിയിലാണ് പോകുന്നത് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുമല്ലോ. നമുക്ക് ഈ ഇവിടുന്ന് ഇപ്പോൾ ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് സഹായമുണ്ട്? അതെല്ലാം ഇപ്പോൾ നമുക്ക് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ച ശേഷം മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ വരെ അനുകൂല നിലപാടല്ലായിരുന്നു. കാരണം ശ്രീ DK ശിവകുമാർ അടക്കം പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം, അത് അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഒഴുക്ക് കുറഞ്ഞൊരു സമയം ഇനി ഈ പുഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട്. എന്തായാലും അർജുന്റെ സഹോദരൻ കൂടി നമ്മോടൊപ്പം എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വണ്ടി വെട്ടണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാവും, അവിടെ ക്യാബിനകത്ത് തന്നെ സഹോദരൻ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏട്ടനയിൽ തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്. വണ്ടി കണ്ടെത്തിയാൽ ഏട്ടനെ കണ്ടെത്തുന്നതാണ് പ്രതീക്ഷ. എന്തായാലും അത് തന്നെയാണ് പ്രതീക്ഷകൾ. അത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിലും നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇനി അർജുനെ ഏത് രീതിയിൽ കണ്ടെത്താൻ ആകും എന്നതാണ്. ആ രീതിയിലുള്ള തെരച്ചിൽ ഇനി തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. KB ബൈജു, ന്യൂസ് 18 ശിരൂർ. ലോറിയല്ല അർജുനെ കണ്ടെത്തുകയാണ് പ്രധാനമെന്ന് ലോറി ഉടമ മനാഫ് ന്യൂസ് 18നോട് പറഞ്ഞു. അർജുൻ സഹോദരനെ പോലെയാണ്. ഡ്രൈവർ എന്നതിലുപരി തന്റെ ബിസിനസ് കാര്യത്തിലും അർജുൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും മനാഫ് പ്രതികരിച്ചു. അർജുനായുള്ള രക്ഷാദൌത്യം വീണ്ടും പുനരാരംഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് കുടുംബവും ഒപ്പം ലോറി ഉടമയായ മനാഫും ഒക്കെ. എന്തായാലും ലോറി ഉടമ മനാഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ശിരൂരിൽ തന്നെയാണ്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇപ്പം ഈ പുനരാരംഭിച്ച തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയിനു. എന്നാലും പിന്നെയും രണ്ടാമത് ഇപ്പം ഇത് തുടരാന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ശ്രദ്ധയും ഇവിടേക്ക് രണ്ടാമത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കിട്ടലാണ്. സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് കാണാൻ തുടങ്ങില്ല. നമുക്ക് ഈ ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അത് കേരളമൊക്കെ പങ്കുവെക്കുന്നതാണ്. മനാഫിക്ക് എന്താണ് അതിൽ? എന്റെ മനസ്സും പറയുന്നത് ലോറിയിലില്ലെങ്കിൽ ഇപ്പം ഈ സമയം കൊണ്ട് കിട്ടേണ്ടതായിരുന്നു. ലോറിയിൽ തന്നെ ഉറങ്ങുകഴിഞ്ഞു. ലാസ്റ്റ് മൂമെന്റിൽ കണ്ട ആള് വരെ പറയുന്നത് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ലോറി തന്നെ ഉണ്ടാവും, ലോറിയിൽ തന്നെ കിട്ടട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മനാഫിക്കെതിരെ വന്ന വലിയൊരു വിമർശനം ഈ ലോറി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം മാത്രമാണ് മനാഫിക്ക്. ഇപ്പോൾ ഇവിടെ രണ്ടുപേർ കൂടി അർജുന് പുറമെ ഇവിടെ അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിട്ട്. അത് വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ മനാഫിക്കെതിരെ നേരിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത ആളുകളാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വർഗീയപരമായി തന്നെ പറഞ്ഞു പോകുന്നത്. ഇതെന്താണെന്ന് കഴിഞ്ഞാൽ ഈ ലോറി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷൂർ കിട്ടാൻ ഇൻഷൂർ എപ്പോഴോ തരാന്ന് പറഞ്ഞു. ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും എനിക്ക് ഏത് സമയത്ത് പോയാലും ഇവിടുന്ന് കർണാടക അതോറിറ്റിന്റെ ഭാഗത്തുനിന്ന് എന്നോട് ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ പറഞ്ഞു, മനാഫിന് ആ ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് വേണമെങ്കിൽ പോവാം, ബാക്കി ഇൻഷുറൻസ് അവിടെ ക്ലെയിം ചെയ്യാം. അതിന് ഒരു ലോറി ഉടമ ഇങ്ങനെ ഇവിടെ ദിവസങ്ങളോളം ഇവിടെ നിൽക്കണ്ട. ഞാൻ ഈ ഇൻസിഡന്റ് നടന്നിട്ട് ആകെ 2-3 ദിവസമാണ് വീട്ടിലാകെ തന്നത്. അതന്നെ സുഖമില്ലാതായതുകൊണ്ട്, കാലാവസ്ഥ അങ്ങനത്തെ മോശമില്ലോ. പിന്നെ അത് മുതൽ ഇവിടെ തന്നെ ഉള്ളത്. ഇതിന്റെ ഒരു ആവശ്യവും വണ്ടിന്റെ ആവശ്യമില്ല. അതൊന്നാമത് അർജുനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് അറിയാത്ത ആളുകൾ പറയുന്നതാണ്. ആ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ്. നമ്മളെ വീട്ടിലെ എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് അർജുന്. നമുക്ക് ഇത്രയും അവനെ പറ്റിയിട്ട് വ്യക്തിപരമായി അറിയാത്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിളാവുന്ന ആളാണ് അർജുന്. പിന്നെ നമ്മളെ സ്റ്റാഫുകൾ അങ്ങനെയാണ് ഇതാക്കുന്നത്. ഞാൻ ഒന്നുമില്ലാത്തോടത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സംരംഭങ്ങൾ മൊത്തം. ഒന്നും ഇല്ലാത്തവിടുന്ന് ഞാനും എൻ്റെ അനിയനും നമ്മളൊരു കൂട്ടുകുടുംബമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് എൻ്റെ എല്ലാ സ്റ്റാഫുകളും. ഇന്നെ ഈ ലെവലിൽ എത്തിച്ചതിലേക്ക് തിരിച്ച് കൊടുക്കേണ്ട ഒരു സമയമാണിത്. എൻ്റെ ജോലിക്കാർ ഇന്നെ ഈ ലെവലിൽ ഒരു എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് നമ്മൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ ജോലിക്കാരെ കൊണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കാൻ ഇപ്പം നിന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അതിന് സാധിക്കൂല. ഇപ്പോഴാണ് ഞാൻ
എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ എൻ്റെ ജോലിക്കാർക്ക് എന്താണ് ആ തിരിച്ചു കൊടുക്കേണ്ടത്. ഏതൊരു മുതലാളി അങ്ങനെ ആവണം എന്നുള്ളതാണ്. നമ്മളെ ജോലിക്കാരാണ് നമ്മൾ ഇത്ര വളർത്തി ഇത്ര വലുതാക്കിയത്. എൻ്റെ ഉള്ളിലുള്ള വിഷമവും ഇതും ഒരു മുതലാളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് എന്തായി ഇൻഷുർ കിട്ടിയോ അല്ലെങ്കിൽ ഇവിടെ വേറെ ഒരു സ്റ്റാഫിനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, ആരും ഒന്നും പറയാനില്ല. നമ്മൾ തന്നെ പറഞ്ഞാൽ നമ്മളെ മക്കള് നമ്മള് ഓരോ ഫാമിലി ഒക്കെ ഉള്ള ആ ഡീപ്പ് ബന്ധാണ്. ആ വേദന എന്തായാലും പുറമെയുള്ള ആളുകൾക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഓനാണല്ലോ നമുക്ക് എല്ലാ എന്താ പറയാ ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങിയതാ 6 ലോറി ആക്കി തന്നത് ഈ സ്റ്റാഫുകളാണ്. അത്രത്തോളം കാലമായി അർജുൻ കൂടി ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അർജുന്റെ ഒപ്പമുള്ള നിങ്ങൾ പലപ്പോഴും ചെലവഴിച്ച സമയങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? ഇവരെയൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് മരക്കച്ചവടമാണല്ലോ നമ്മളത്. അതായത് ഒരു ലോഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് കാട്ടില് കാലാവസ്ഥ മോശമായിരിക്കും, കാട്ടിന്റെ ഉള്ളില് ലോഡ് കയറൂല. അതായത് ദിവസങ്ങളോളം കാട്ടിൽ കിടക്കേണ്ടി വരും. അട്ടന്റെ കടി, മൃഗങ്ങളെ ശല്യം, ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോറി കാട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റൂല. അപ്പൊ എല്ലാവരും ഫാമിലിയായി മാതിരിയെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അവിടെ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളെ പാർട്ടികളെ നമ്മൾ മറന്നുപോയിണ്ടാവും. അപ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുക, ഈ ലോഡായിട്ട് വരുമ്പോൾ അർജുനെ ഓർമ്മിപ്പിക്കും. അതായത് മനാഫ്ക നമ്മളെ മറ്റേ പാർട്ടി ഓർക്ക് കൊടുക്കാം, ഞാൻ വിളിക്കട്ടെ എന്ന്. അതായത് ഞാൻ പോലും ഓർക്കലുണ്ടാവില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ആ ആളുകൾക്ക് എന്താ പറഞ്ഞാൽ നമ്മളെ ലോഡ് കൊണ്ടുപോയി കൊടുത്ത് ആ കച്ചവടം ചെയ്ത് പോരും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേമാതിരി ചില സ്ഥലത്ത് കാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ കയ്യിൽ നല്ല മരം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, നമുക്ക് അങ്ങനെ മരം ഉണ്ട്, വില കുറവാണ്, എന്താ ചെയ്യാൻ, നമുക്ക് എടുക്കല്ലേ. അതായത് നമ്മൾ കച്ചവടത്തിൽ ഇടപെടുന്ന ആൾക്കാരാ. ലക്ഷക്കണക്കിൽ റുപ്യ വണ്ടിയിൽ കൊണ്ടുവരുന്നതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസമാണ്. അങ്ങനത്തെ ഒരു എന്താ പറഞ്ഞ കൂട്ടുകാരന് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അനിയനെ നഷ്ടപ്പെടുക അറിയുമ്പോൾ ആ വേദനാണ് ശരിക്കും എന്താവുന്നത്. ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വരെ തോന്നാത്തത്. ഇവിടെ തന്നെ നിന്ന് ഓനും കൊണ്ടിട്ട് പോകണമെന്ന് തോന്നുന്നത് അതാണ്. എൻ്റെ സ്റ്റാഫുകളൊക്കെ ഇപ്പം ഭയങ്കര മാനസിക ഇതിലുള്ളത്. കച്ചവടമൊക്കെ മോശമായി. ഒന്നും ഇപ്പൊ കച്ചവടമില്ല. വണ്ടികളൊക്കെ നിന്നെടുക്കുകയാണ്. ഇതുവരെ അടവുകളൊന്നും തെറ്റിച്ചില്ല. ഇപ്പൊ ഈ പോയ വണ്ടിന്റെ അടവ് വരെ നമ്മളിപ്പോ അടച്ചും കൊടുക്കുകയാണ്. ഇതൊന്നും ശരിക്ക് ഒരു ലോറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാത്തവര് പറയാണ് നമുക്ക് ആ ലോറിന്റെ ഇൻഷുർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വണ്ടി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇനി വണ്ടി കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം കുറയുണ്ടല്ലോ. നമ്മളിവിടെ ചെറുപ്പം മുതലേ ഈ ഇതിൽ തന്നെയാണ് ഉള്ള ആൾക്കാരാ. ഞങ്ങൾക്കറിയാം. ഇതൊരു മാസം 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാരതപ്പോയനെ പോലെ ഉള്ളു വറ്റി വരള്ളൂ. അപ്പം കൈക്കോട്ടെടുത്ത് ഇറങ്ങി തോണ്ടി കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ. എനിക്ക് എന്താണ് നമ്മളിപ്പോ ഈ ഒരു വിഷയത്തില് മൊത്തം കേരളം ജാതിമതം ഒന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, നമ്മൾ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ പാർട്ടിനെയും കുറ്റം പറയാനുമില്ല. എല്ലാവരും നമുക്ക് ഹെൽപ്പേ ചെയ്തിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ആകെ കുറ്റം പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ അതോറിറ്റിനാണ്, ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നമ്മൾ കുറ്റം പറയുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിനെയും കുറ്റം പറയില്ല. ആര് വന്നില്ലെങ്കിലും ആര് വന്നാലും ഒക്കെ സന്തോഷം. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ ആളുകളും എവിടൊക്കെ ഉള്ള ആളുകൾ വരെ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, അമ്പലങ്ങളിൽ പൂജകൾ നടക്കുന്നു. പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പല പൂജകളും പറഞ്ഞു തരുന്നു. അത് മനാഫിന്റെ പ്രതികരണമാണ് കേട്ടത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഇതുവരെ കൈവിടുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതുന്നു. എന്തായാലും നാളെ ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നാളെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കളക്ടറെല്ലാം കാണും, പറ്റുമെങ്കിൽ MLA-യും കാണും. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും. ജിതിൻ, എന്തായാലും നിങ്ങൾ ഷിരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലെ? അർജുന്റെ കുടുംബം എന്തായാലും ഷിരൂരിലെത്തും. എത്തും. അതായത് നാളെ ഒന്നും ഇനി ഒരു തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും വരും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെയാണ് ഷിരൂരിലേക്ക് പോകുന്നത്? അതായത് തിരച്ചിൽ നാളെ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നാളെ അല്ലെങ്കിൽ മറ്റു
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ 15ാം ദിവസത്തിലേക്ക്. ചാലിയാർ പുഴയുടെ തീരങ്ങളിലാകും 4 മേഖലകളായി തിരിഞ്ഞ് ഇന്ന് തെരച്ചിൽ നടക്കുക. NDRFും അഗ്നിരക്ഷാ സേനയും SOGയും ആകും ദുഷ്കര മേഖലകളിലെ തെരച്ചിലിന് നേതൃത്വം നൽകുക. ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 15ാം ദിവസവും വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചൂരൽമലയുടെ മറ്റ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരിക്കും ഇന്നും നടക്കുക. NDRF സേനാംഗങ്ങൾക്കൊപ്പം അഗ്നിശമന സേനാംഗങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം 60 അംഗ സംഘമായിരുന്നു ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. സമാനമായ തരത്തിൽ കാണിയൻപാറ വനമേഖല അടക്കമുള്ള മേഖലകളിലായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. ഇപ്പോൾ കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലെത്തിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം മേൽ നടപടികൾ സ്വീകരിച്ച് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ സ്ഥലത്തെത്തിച്ച് സംസ്കരിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായി ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടുള്ളതിനാൽ മൃതദേഹങ്ങൾ പലതും ജീർണിച്ച് അഴുകിയ അവസ്ഥയിലാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവ നേരിട്ട് സ്ട്രെച്ചറിൽ എടുത്ത് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ വനമേഖലയിൽ മറ്റും തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഇത് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ തെരച്ചിലടക്കം പ്രധാനപ്പെട്ട മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ പൊതിഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. സ്വാഭാവികമായി ഇനി എത്ര ദിവസം ഇങ്ങനെയൊരു തെരച്ചിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തെരച്ചിൽ മുമ്പോട്ട് തുടരുന്നത് എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരും മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുമടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിൽ അത് 6 സെക്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 5 മേഖലകളിലേക്ക് തിരിച്ച് ആ 5 മേഖലകളിൽ മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതേ പരിശോധന തന്നെ ഇന്നും തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി സൈന്യത്തിന്റെ കൂടി എല്ലാ ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടില്ല. ഭാഗികമായി അവിടെ ശേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ഒരു ഉദ്യമത്തിൽ ഈ NDRFന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ വനമേഖലയിലടക്കം സാഹസികമായി ഇറങ്ങി മനുഷ്യർക്ക് നേരിട്ടങ്ങ് നടന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്ത് അവർ കൂടി എത്തിയാണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വയനാട്ടിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ എത്ര ദിവസം ഈ ദുഷ്കരമായ ദൌത്യം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആശങ്കയും ജില്ലാ ഭരണകൂടത്തിനും റവന്യൂ വകുപ്പിനുമൊക്കെയുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തകർക്കായി മുഹമ്മദ് അലിയും സുഹൃത്തുക്കളും ചേർന്ന് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ കണ്ണീരിന്റെ ഉപ്പുരസം കൂടി കലർന്നിട്ടുണ്ട്. മഹാദുരന്തത്തിൽ 35 ഉറ്റ ബന്ധുക്കളെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായതിന്റെ വേദന കടിച്ചമർത്തിയാണ് കരുതലിന്റെ പാചകപ്പുരയിൽ ഇവർ കാരുണ്യത്തിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇടറിയ സ്വരത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മുഹമ്മദ് അലിക്ക്. ചൂരൽമലയിലെ രക്ഷാദൌത്യത്തിനായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊക്കെ സ്ലോ ചെയ്യും. മറ്റൊന്നിനും വേണ്ടിയല്ല. ഇവിടെ എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഇവിടെ നിന്ന് രക്ഷാദൌത്യം കഴിഞ്ഞ് ക്ഷീണിച്ചു മടങ്ങുന്നവർക്കും അവിടേക്ക് പോകുന്നവർക്കുമെല്ലാം ചായയും കടിയും വിശപ്പകറ്റാനുള്ള മറ്റ് ഭക്ഷണങ്ങളുമൊക്കെ നൽകുന്ന ഒരു ചെറിയ കൂട്ടായ്മയുണ്ട് ഇവിടെ. ഇവരെക്കുറിച്ച് കൂടി പറയാതെ പോയാൽ ഈ രക്ഷാദൌത്യത്തിൽ ഒരു നാടിനെ ചേർത്ത് നിർത്താനായി അവർ നടത്തിയ ഉദ്യമങ്ങൾ അത് പൊതുസമൂഹം അറിയാതെ പോയാൽ അതൊരു വലിയ കുറവ് തന്നെയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ഇവിടെ നമുക്കറിയാം വയനാട് വിനോദസഞ്ചാര മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത്. പക്ഷേ ആ ദുരന്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീപ്പ് ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, അതോടൊപ്പം തന്നെ റിസോർട്ട് ഉടമകൾ അവരൊക്കെ ചേർന്നുകൊണ്ട് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് തങ്ങളാലാവുന്ന സഹായം എന്ന വണ്ണം കഴിഞ്ഞ 12 ദിവസമായി തുടർച്ചയായി പുലർച്ചെ 6 മണി മുതൽ രാത്രി വൈകിയും അർദ്ധരാത്രി വരെ നീളുന്ന ഈ
ഭക്ഷണങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴെല്ലാം അതായത് നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്ന സഹായങ്ങൾക്ക് പരിമിതികൾ നേരിടും. കാരണം അത്രയധികം ആളുകൾ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുമുണ്ട്. സ്വാഭാവികമായ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ തുടക്കമിട്ടത്. അദ്ദേഹം അതിന്റെ ഒരു നടത്തിപ്പുകാരിൽ പ്രധാനിയാണ്. ചേട്ടാ പേരെന്താണ്? പേര് മുഹമ്മദ് അലി. ഇത് എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ? നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലഡ് തുടങ്ങി അന്ന് മുതൽ ഉച്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മളൊരു ഇതിൽ വന്നത്. ആളുകൾ കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങിയതാണിത്. ഫ്ലഡ് ഉണ്ടായ അന്ന് മുതൽ ആളുകൾ വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പോ പിറ്റേ ദിവസം നമ്മള് പിന്നെ ഈ തൊള്ളാരങ്കണ്ടി റിസോർട്ടിലെ കുറെ സ്റ്റാഫ് അവരെ മുതലാളിമാരൊക്കെ ഇവിടെ നമ്മളെ എല്ലാവരും അവിടെ നിന്ന് പിന്നെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക. അപ്പൊ പിന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താലോന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചെന്ന് അവിടെ പോയി ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുന്ന് അന്ന് മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും ബിരിയാണി, രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും, രാത്രി ചിക്കൻ കറി ചോറും. അങ്ങനെ ഇവിടെ ഒറ്റപ്പെട്ടു പോയ വീടുകൾ കുറെ ഉണ്ട്. ആ നീലിക്കാപ്പ് ഭാഗത്തൊക്കെ അവർക്കൊക്കെ രാത്രി 3 നേരം ഫുഡ് ഞങ്ങൾ അവിടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നത്. പിന്നെ ഈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കുറെ ഫുഡ്, ഒരു 100-500 ഫുഡ് ഞങ്ങൾ കൊടുക്കും. ബാക്കി ഞങ്ങൾ നേരിട്ട് വിതരണം, ഞങ്ങൾ അവർക്ക് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ നേരിട്ട് വിതരണം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക. കാരണം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനത് കഴിക്കണ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്റെ ഒരുപാട് പേര്, സുഹൃത്തുക്കളും വളരെ അടുത്ത ആളുകളും അതൊന്നും നികത്താൻ പറ്റില്ല സാറേ. ഒരു 35 പേരെങ്കിലും എന്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ പോയിട്ടുണ്ടാവും. ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ ഇവിടെ വരും കാക്കാം, നമുക്ക് ഇവിടെ ടെൻഷൻ അടിക്കണം, ഇവിടെ നിൽക്കാം, നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഇവരെ കൂടെ ജോലി ചെയ്താ. അന്ന് മുതൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ ടെൻഷനിലാണ്. ഇവിടെ വരുമ്പോൾ എല്ലാ ടെൻഷനും കുറച്ച് ഒഴിവായി കിട്ടും. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനും മറക്കാൻ പാടില്ല. അത്രയും വലിയ സേവനങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരും ചെയ്തിട്ടുള്ളത്. എത്ര പേർക്ക് ഒരു ദിവസം കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്നു? ഒരു 2000 പേർക്കെങ്കിലും നമ്മൾ ഇവിടെ 2000 പേർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെയായിട്ട് ഒരു 2000 പേർക്കെങ്കിലും ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതിന്റെ ചെലവൊക്കെ റിസോർട്ടുകാർ എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് പോയി പർച്ചേസ് ചെയ്ത് എല്ലാ ദിവസവും പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ സുമനസുകളായ ചില ആളുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കനും അതും ഇതൊക്കെ തന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്ത് അങ്ങനെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ നാടിന് ഈ വേദന, വലിയ വേദന, പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇദ്ദേഹത്തിന് മാത്രം, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായി ഏതാണ്ട് 35-ലധികം ആളുകളെ ഈ അപകട മേഖലയിൽ നിന്ന് എന്നേക്കുമായി ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് ഇവിടേക്ക് രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തുന്ന, തെരച്ചിലിന് വേണ്ടി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെ സ്നേഹത്തിന്റെ ഭക്ഷണം വിളമ്പുകയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന്. സ്വാഭാവികമായി നമ്മുടെ നാടിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ, ചേർത്ത് പിടിക്കലിലേക്ക് ഒരു മാതൃക തന്നെയാണ് ഈ സഹോദരങ്ങൾ അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവരെ കൃത്യമായി മുഖ്യധാരയിൽ ഇതുവരെ അവരാരും എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം 2000 പേർക്ക് സൗജന്യമായി ഇവിടെ ഈ കൊച്ചു കൂട്ടായ്മ ഭക്ഷണം ഒരുക്കി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ വലിയ ഭീമമായ തുക അവർക്കതിന് ചെലവായിട്ടുണ്ട്. സ്വാഭാവികമായി സംഭാവനകളൊക്കെ അവർക്കും പല രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായതിന്റെ വേദന അത് കണ്ണീരായി തനിയെ മാറിയിരുന്ന് കരഞ്ഞു തീർക്കുക, അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. സ്വാഭാവികമായി അവർക്ക് നമ്മുടെയും എല്ലാവിധമായ പിന്തുണയും രേഖപ്പെടുത്തുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം നൽകി. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ പൂച്ചക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവു ചെയ്ത കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ. പ്രസവം നടന്നത്
ഡോണയുടെ വീട്ടിലെ മുറിയിൽ. പ്രസവശേഷം രക്തക്കറ ഉൾപ്പെടെ കഴുകിക്കളഞ്ഞു. അവശേഷിച്ച രക്തക്കറ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ മാസമുറ എന്നാണ് മറുപടി നൽകിയത്. അതേസമയം കുഞ്ഞിനെ ആൺ സുഹൃത്തിന് കൈമാറിയത് പ്രസവം നടന്ന 24 മണിക്കൂറിന് ശേഷമെന്നും കണ്ടെത്തി. കുട്ടി ജനിച്ച ഉടൻ കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചിരുന്നു. കുട്ടിയെ കൈമാറുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, ഇതിപ്പോൾ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പ്രസവിച്ച സമയത്ത് കുഞ്ഞ് കരഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ മൊഴി, അതായത് ഈ നിർണായക വിവരങ്ങൾ തന്നെയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഈ കേസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറെ ചർച്ചയാകുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ആലപ്പുഴ പൂച്ചാക്കൽ പാണവള്ളിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പാണാവള്ളി പഞ്ചായത്ത് 10ാം വാർഡിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് നവജാത ശിശുവിന്റെ പ്രസവം നടക്കുകയും പിന്നീട് ആ കുട്ടിയുടെ മൃതദേഹം ആരും അറിയാതെ സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോസ്റ്റ്മോർട്ടം അടക്കം നടന്നപ്പോൾ കുട്ടിയുടെ ശരീരം ജീർണാവസ്ഥയിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അത് ഈ യുവതി ഇപ്പോൾ ചികിത്സയിലുള്ള എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അവിടുത്തെ ഡോക്ടറാണ് ഇത്തരത്തിൽ പോലീസിന് വിവരം നൽകിയിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ ഡോണ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഘട്ടത്തിൽ കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് ആദ്യം അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ആൺ സുഹൃത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ള മൊഴിയാണ് നൽകുന്നത്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ പ്രസവിച്ചുവെന്നും കുട്ടി മരണപ്പെട്ടുവെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കുട്ടി ആദ്യം മരണപ്പെട്ടു എന്നിവരോട് അറിയിക്കുമ്പോഴും പ്രസവിച്ച സമയത്ത് കുട്ടി കരഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർമാരോട് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി ആ ഡോക്ടറുടെ മൊഴി തന്നെയാകും. കാരണം ഈ കുഞ്ഞ് കരഞ്ഞിരുന്നു എന്നുള്ളതിന് പറയുമ്പോൾ തീർച്ചയായും അത് ജീവനോടെയാണ് ആ കുട്ടി പ്രസവത്തിൽ പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുന്നത്. മറ്റൊന്ന് ഈ കൊലപാതകമാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കൊലപാതക സാധ്യത അന്വേഷണ സംഘം ഈ ഘട്ടം വരെയും ഈ കേസിൽ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഈ ഡോണ ഈ കുട്ടിയെ പ്രസവിച്ചത് 7-ാം തീയതി പുലർച്ചെ 1:30-ക്കാണ് പ്രസവിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയെ കൈമാറുന്നത് 8-ാം തീയതി പുലർച്ചെയാണ്. അതായത് 24 മണിക്കൂറിന് ശേഷമാണ് ആൺ സുഹൃത്തിന് ഈ കുട്ടിയെ കൈമാറിയത് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത് ഈ കുട്ടിയെ പുലർച്ചെ പ്രസവിച്ച അന്ന് തന്നെ ആൺ സുഹൃത്തിന് കൈമാറി എന്നുള്ളതാണ്. അല്ല, മറിച്ച് പിറ്റേ ദിവസം 24 മണിക്കൂറിന് ശേഷം പിറ്റേ ദിവസം പുലർച്ചെയോടെയാണ് ഈ ആൺ സുഹൃത്തായ തോമസിന് ഡോണ കുട്ടിയെ കൈമാറിയിട്ടുള്ളത്. ആ സമയം കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനു മുമ്പ് കുഞ്ഞിനെ സൂക്ഷിച്ചിരുന്നത് വീടിന്റെ സൺഷെയ്ഡിൽ, അതായത് പാണാവള്ളിയിലെ വീടിന്റെ സൺഷെയ്ഡിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. കുറെ മണിക്കൂറുകൾ സൺഷെയ്ഡിൽ കുട്ടി കവറിൽ പൊതിഞ്ഞ നിലയിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുട്ടിയെ വീടിന്റെ സ്റ്റെയർ കേസിനടിയിൽ ഒളിപ്പിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയെ കൂടുതലായി പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. വീട്ടുകാര് ഇപ്പോഴും പറയുന്നത് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വീട്ടുകാർ നൽകിയ മൊഴി പ്രകാരം വീടിനകത്ത് തന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത്. ഡോണയുടെ കിടപ്പുമുറിയിലാണ് പ്രസവം നടന്നത് എന്നുള്ളതാണ്. അതിനുശേഷം പ്രസവത്തിന് ശേഷം ഉണ്ടായ രക്തക്കറയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡോണ തന്നെ കഴുകി നീക്കം ചെയ്തു എന്നുള്ള മൊഴിയും ഡോണ ഇക്കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ എത്തി മുറിയിൽ എന്താണ് ഈ രക്തക്കറ കണ്ടപ്പോൾ, അതിനകത്ത് അവശേഷിച്ച രക്തക്കറ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ മാസമുറയാണ് എന്നുള്ള വിവരമാണ് ഡോണ കൈമാറുന്നത്. അത്തരത്തിൽ വീട്ടുകാരോട് ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഈ കുട്ടി അതായത് നവജാത ശിശു ഒരു പ്രിമച്ചർ ബേബി അല്ലെങ്കിൽ അത് പൂർണ്ണ വളർച്ചയെത്താത്ത കുട്ടിയല്ല എന്നാണ് ഫോറൻസിക് വിഭാഗം നൽകിയിട്ടുള്ള പോലീസിന് കൈമാറിയിട്ടുള്ള വിവരം. അതായത് ഈ കുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഫോറൻസിക് വിഭാഗം നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സൺഷെയ്ഡിലും ഒപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാവും പെട്ടെന്ന് ഒരു ജീർണാവസ്ഥയിലേക്ക് കുട്ടിയുടെ ശരീരം എത്തിയിട്ടുള്ളതെന്നാണ്. ഫോറൻസിക് ബിരുദധാരിയാണ്
ഈ ഡോണ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കുട്ടിയെ അതുമാത്രമല്ല ഈ പ്രസവം നടക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കരുതൽ ഡോണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം കയ്യിൽ സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ പൊക്കിൾ കൊടി മുറിച്ചിട്ടുള്ളത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ്. പക്ഷേ ഈ പൊക്കിൾ കൊടി മുറിച്ച ശേഷം കുഞ്ഞിന്റെ ആ മുറിച്ച പൊക്കിൾ കൊടിയുടെ ഭാഗം ക്ലിപ്പ് ചെയ്യുകയോ ടേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലൂടെ രക്തസ്രാവം അല്ലെങ്കിൽ രക്തം വാർന്നു പോയിട്ടുണ്ടാകും എന്നുള്ള കണക്ക് കൂട്ടലൊക്കെ തന്നെയും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിൽ പോലും ആന്തരിക അവയവങ്ങൾ തുടർ പരിശോധനയ്ക്കായി അയക്കാനുള്ള നീക്കവുമുണ്ട്. DNA പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ഈ ആൺ സുഹൃത്ത് ആവർത്തിച്ച് പറയുന്നത് കുട്ടിയെ തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇത് മറവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിയമ സാധ്യതകളോ നിയമപ്രശ്നങ്ങളോ തനിക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അറസ്റ്റിലായ അശോക് എന്ന ഈ ആൺസുഹൃത്തിന്റെ കൂട്ടുകാരൻ അശോകിന്റെ വീട്ടിലാണ് ഈ പ്രസവ വിവരം വിളിച്ച് അറിയിക്കുമ്പോൾ അശോകിന്റെ വീട്ടിലാണ് ഈ തോമസ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് തോമസ് ബോധക്ഷയം സംഭവിച്ച് വീഴുകയും, അതായത് 8-ാം തീയതിയാണ് ഈ പ്രസവ വിവരം തോമസിനെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. 7-ാം തീയതിയാണ് പ്രസവിച്ചത്. അറിയിക്കുമ്പോൾ തോമസ് ബോധരഹിതനായി 7-ാം തീയതി രാത്രിയാണ് അറിയിക്കുന്നത്. ആ സമയത്ത് ബോധരഹിതനായി വീഴുകയും തുടർന്ന് തോമസിന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് താൻ കൂടെ പോയത് എന്നുള്ളതാണ് അശോക് മൊഴി നൽകിയിട്ടുള്ളത്. ഏറെക്കുറെ ഇതിനെ സംബന്ധിച്ച്, അതായത് ഈ പ്രസവോ കുട്ടിയെ ജനിച്ചത് ഏത് അവസ്ഥയിലാണ് എന്നതിനെ സംബന്ധിച്ചൊന്നും തോമസിനോ അശോകിനോ കൃത്യമായ വിവരം ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറിച്ച് ഈ കേസിലെ ഏറ്റവും നിഗൂഢമായ കാര്യങ്ങൾ അറിയാവുന്ന ആൾ ഡോണ തന്നെയാണ്. ഡോണയെ എത്രയും വേഗം ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ പൂച്ചാക്കലിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ നിർണായക മൊഴിയാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞിരുന്നു എന്നുള്ളതാണ് യുവതി നൽകിയിട്ടുള്ള മൊഴി. ശേഷം ആൺ സുഹൃത്തിന് കൈമാറുന്ന വേളയിൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നും യുവതി പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. SDPIയുടെ പരാതിയിൽ 2 CPM പ്രവർത്തകരും കസ്റ്റഡിയിലുണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. VV അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയാണ് CPMന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസർ ആക്രമണം ഉണ്ടായത്. SDPI പ്രവർത്തകൻ അക്രമത്തിൽ പിന്നിലെന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇവിടെ അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തിയപ്പോഴും ജി സ്റ്റീഫൻ MLA യും IB സതീഷ് MLA യും ഒക്കെ ഇവിടെയുണ്ട്. 15ഓളം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ആക്രമിച്ചു, സാധനങ്ങൾ നശിപ്പിച്ചു എന്നാണ് പരാതി. ഇത് ഓഫീസിന്റെ താഴ്വശമാണ്, പാർക്കിംഗ് ഏരിയയാണ്. അവിടെ ക്യാരംസ് കളിച്ച് കുറെ പ്രവർത്തകരുണ്ടായിരുന്നു. അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ SDPI ആരോപണം നിഷേധിക്കുമ്പോഴും SDPI തന്നെയാണ് ആക്രമിച്ചതെന്ന നിലപാടിലാണ് CPM ഉള്ളത്. നേരത്തെ 6 മാസം മുമ്പും ഇവിടെ കിള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. SDPI CPM പ്രവർത്തകർ തർക്കമുണ്ടായിരുന്നു. ഈ ശരിക്കും കസ്റ്റഡിയിലുള്ളത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, കാരണം SDPI ആണെന്ന് CPM പറയുകയും അങ്ങനെയല്ല എന്ന് അവർ പറയുകയും ചെയ്യും. നമ്മളിപ്പം കേസിന്റെ അന്വേഷണ പരിധിയിലാണുള്ളത്. കുറച്ചൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടപടികൾ ചെയ്തതിന് ശേഷം പറയാം. SDPI ബന്ധമുള്ളവരാണോ അറസ്റ്റുള്ളത്? പരിശോധിച്ചിട്ട് പറയാം. എടുത്തുകൊണ്ടിരിക്കുക, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഡിവൈഎസ്പിയുടെ കാട്ടാക്കട ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ്. SDPI ബന്ധം നേരിട്ട് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്ന കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 5 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവർ SDPI പ്രവർത്തകരാണ്. ഇവിടെ ഇന്നലെ ആക്രമിക്കാനെത്തിയ ആളുകൾ ചിലരുടെ വാഹനമൊക്കെ ഇന്നലെ ഇവിടെ ഇവിടുന്നവർക്ക് ആ വാഹനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. വാഹനമൊക്കെ പിന്നീട് പോലീസ് ഇവിടുന്ന് കണ്ടെടുത്തു. മുനീർ എന്ന ഒരാളുടെ പേഴ്സും ഇവിടെ CPM പ്രവർത്തകർ ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മുനീർ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളിൽ ഒരാളാണ്. SDPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ അക്രമത്തിൽ പങ്കെടുത്തു എന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു ടർഫിൽ, കാട്ടാക്കട തന്നെയുള്ള ഒരു ടർഫിൽ ക്രിക്കറ്റ് കളിക്കിടെ ലഹരി ഉപയോഗിച്ച് നിർത്തുകയും അത് ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നുണ്ടായ സംഘർഷവുമാണ്. അതിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. അവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇവിടെ രാഷ്ട്രീയ നിറമില്ല, SDPI ഇതിൽ പങ്കില്ല എന്ന ഒരു നിലപാടാണ് സ്ഥിതി. ഇവിടെയാണിത് ഈ ഓഫീസിൽ ഇന്നലെ ഈ തകർത്തു എന്ന് പറയുന്ന മറിച്ചിട്ട അലമാരയും അതുപോലെ തന്നെ ക്യാരം
ബോർഡ് ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന ആ ടേബിളും ഒക്കെ മേശയും ഒക്കെ മറിച്ചിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 6 മാസം മുമ്പ് ഒരു സംഘർഷമുണ്ടായിരുന്നു. 2 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. അതിലെ ഒരു പ്രതി ബാക്കിയുള്ള പ്രതികൾ ജാമ്യത്തിലിറങ്ങുമ്പോഴും ഒരാളെ കസ്റ്റഡി എടുക്കാൻ പോലീസിന് തയ്യാറായിട്ടില്ല. അയാൾ ഇന്നലെ ഒരു ടർഫിൽ കളിക്കാനെത്തുകയും അവിടെ CPM പ്രവർത്തകർ തടയുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് പിന്നീട് CPM ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത്. STP തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഉറച്ചുവരുക്കുകയാണ് CPMന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ആ നിലപാടാണ് പറയുന്നത്. CPMന്റെ ഏരിയ സെക്രട്ടറി ഗിരി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും പോകാം. പോലീസ് ഇപ്പോഴും ഇത് SDP ആണ് ആക്രമണത്തിലെന്ന് പറയുന്നില്ല. 5 പേർ കസ്റ്റഡിയിലുണ്ട്, അന്വേഷിക്കുന്നതാണ് പോലീസ് DYSP പറയുന്നത്. DYSP അത് പറഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് ഇന്നലെ അവരുടെ സ്കൂട്ടറിന്റെ നമ്പർ നമ്മൾ പരിശോധിച്ചു. അറിയപ്പെടുന്ന SDPI പ്രവർത്തകരാണ്. അത് പോലീസ് അങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അവര് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. SDP ആരോട് നിഷേധിക്കുന്നു. ടർഫിൽ ഇന്നലെ കളിക്കിടെ ആരോ ലഹരി ഉപയോഗിച്ചെത്തി അവിടെ തർക്കമുണ്ടായി. അത് പിന്നീട് അടിയാവുകയാണ്. അതിനെ സംബന്ധിച്ചൊന്നും നമുക്കതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അത് ആ സംഭവങ്ങളൊന്നും അറിഞ്ഞൂടാ. അത് പല അടിയും നടക്കും. അത് ഇവിടെ പാർട്ടി ഓഫീസിൽ ഒരു ആക്ഷൻ നടക്കും. പാർട്ടിക്ക് നേരെയല്ല ആക്രമണം. പാർട്ടി ഓഫീസ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഇവിടേക്ക് കയറി വന്നത്? ഇവിടേക്ക് കയറി വന്ന ഒരു 10-20 പേരുണ്ടായിരുന്നു. അതില് ആക്ഷനിൽ പങ്കെടുത്തത് ഒരു 5-6 പേര് കൃത്യമായ ആക്ഷനിൽ പങ്കെടുത്തവരാണ്. വാള് വീശി ഇവിടെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. CPMന്റെ എത്ര പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്? CPMന്റെ പ്രവർത്തകർ 2 പേരുണ്ട്. 2 പേര് ആശുപത്രിയിലാണ്. ഇതാണ് CPM നിലപാട്. ഏരിയ സെക്രട്ടറി ഗിരിയാണ് സംസാരിച്ചത്. SDP ആരോപണം നിഷേധിക്കുമ്പോഴും SDP പ്രവർത്തകർ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ. ഇവിടെ വന്ന വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് SDP ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിന്റെയാണ് എന്നാണ് CPM ആരോപിക്കുന്നത്. അതിന് പോലീസ് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ SDP എന്ന് നേരിട്ട് പറയാൻ തയ്യാറായിട്ടില്ല. 5 പേർ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റായിട്ടുണ്ട് മാത്രമാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ആര്യ ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ NIA റെയ്ഡ്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ് നടത്തുന്നു. വീടിന്റെ വാതിൽ പൊളിച്ചാണ് പുലർച്ചെ NIA സംഘം വീട്ടിൽ കയറിയത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? പരിശോധന തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് തെലങ്കാനയിൽ നിന്നുള്ള NIA സംഘം ഇവിടേക്ക് എത്തുന്നത്. പുക്കാട്ടുപടിയിൽ ഇവിടെ തേവയ്ക്കലുള്ള മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം അവർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഇപ്പോഴുള്ള ഈ പരിശോധനകൾ തുടരുകയാണ്. തെലങ്കാനയിൽ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് സഞ്ജയ് ദീപക് റാവുവിന്റെ അറസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധനകളെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തെലങ്കാനയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥരാണ് ഇതിൽ പരിശോധനയിലടക്കം പങ്കെടുക്കുകയും ചെയ്യുന്ന പരിശോധനകൾ തുടരുകയാണ്. പുലർച്ചെ 6:15 ഇവിടേക്ക് സംഘം എത്തുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സമയം മുരളി കണ്ണമ്പിള്ളി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വീട് പൊളിച്ചാണ് ഇവർ അകത്തേക്ക് പ്രവേശിച്ചതെന്നാണ് പറയുന്നത്. ഹൃദ്രോഗിയാണ് മുരളി കണ്ണമ്പിള്ളി. അതുകൊണ്ട് തന്നെ മറ്റെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ 2015 ഒരു കേസുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മഹാരാഷ്ട്രയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഏതാണ്ട് 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തു വരുന്നത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുടെ ഭാഗമായി ഇടത്തല പോലീസിൽ എല്ലാ ആഴ്ചയിലും ഒപ്പിടാനായിട്ട് അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 3 മാസത്തിലൊടുക്കൽ മുംബൈയിലെത്തി ഇവിടെ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു പരിശോധനയിലേക്ക് അടക്കം നീങ്ങിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ അവർ NIA സംഘം വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഈ പരിശോധനകൾ പുലർച്ചെ മുതൽ ആരംഭിച്ച പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം ഈ മുഖ്യധാരയിലൊന്നും ഈ മാവോയിസ്റ്റ് ആശയങ്ങൾ, അതിന്റെ ഒരു പ്രവർത്തികൾ ഇതിലൊന്നും തന്നെ സജീവമായിരുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിൽ കൂടിയും ആദ്യകാല നേതാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. എല്ലാവരുമായിട്ട് തന്നെ വളരെ അടുപ്പം ആദ്യകാലത്ത് തന്നെ
പുലർത്തിയത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അത്ര മുഖ്യധാരയിലൊന്നും അദ്ദേഹം സജീവമായിരുന്നില്ല. ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം പ്രത്യേകിച്ച് തെലങ്കാനയിൽ അറസ്റ്റിലായിരിക്കുന്ന നേതാവുമായി ഏത് രീതിയിലുള്ളൊരു ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, എന്ത് കാരണങ്ങളുടെ പേരിലാണ് ഇവിടേക്ക് ഇപ്പോൾ ഒരു പരിശോധനകൾ എന്നതടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും പരിശോധനകൾ തുടരുകയാണ്. അപ്പം നമുക്കറിയാം സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും അടക്കം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 3 പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം തീവ്രവാദ വിരുദ്ധ സേന, സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യവും ഇതോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നടക്കുന്ന മുരളി കണ്ണമണിയുടെ വീട്ടിൽ നടക്കുന്ന പരിശോധനയടക്കം തെലങ്കാനയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥരാണ് നടത്തുന്നത്. അത് അവിടെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. ഇതെന്താണ് ഇതിന്റെ ഒരു അടുത്ത നടപടി എന്നതടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ആര്യ. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ NIA റെയ്ഡ് നടക്കുന്നു. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിലാണ് റെയ്ഡ് മണിക്കൂറുകളായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവേള. നമ്മൾ വീണ്ടും ആ ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി. എന്തായാലും 9 മണിയോടുകൂടി അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നാവികസേന ആയിരിക്കും തിരച്ചിലിന് നേതൃത്വം നൽകുക. പ്രധാനമായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് അവിടെയാണ് ലോറി ഉണ്ട് എന്ന് ഈ റഡാർ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ തോതിൽ നീരൊഴുക്കുണ്ടായിരുന്ന ഒരു പുഴയാണ് ഗംഗാവലിപ്പുഴ. ഇപ്പോൾ നമുക്ക് കാണാം ഈ കുന്നിടിച്ചിലിലെ അവശിഷ്ടങ്ങൾ. വാർത്തകളിലേക്ക്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. ഹർജിക്കാരന് വിവരാവകാശ കമ്മീഷന്റെ വാദങ്ങളിൽ മറുപടി നൽകാൻ സമയം വേണമെന്ന ആവശ്യം കോടതി അനുവദിച്ചിരുന്നു. ഫോറൻസിക് വിഭാഗത്തിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ. ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകളുമായി ചെല്ലുന്ന പോലീസുകാരോട് ഫോറൻസിക് വിഭാഗം ജീവനക്കാർ പെരുമാറുന്ന രീതി മോശമെന്ന് പോലീസുകാർ. കടം വാങ്ങാൻ ചെല്ലുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം. പോലീസുകാരെ 5 മിനിറ്റിനുള്ളിൽ തിരിച്ചയക്കാമെന്നിരിക്കെ മണിക്കൂറുകൾ കാത്തു നിർത്തുന്നു എന്നും ആരോപിക്കുന്നു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 2 DNA സാമ്പിളുകളുമായി കണ്ണൂർ RFSLിലേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ദുരവസ്ഥ. VV വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഈ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് താൻ നേരിട്ട ദുരനുഭവം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കുറിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഉരുൾപൊട്ടൽ മേഖല, അവിടെ നിന്നുള്ള സാമ്പിളുകൾ, DNA സാമ്പിളുകളുമായി കണ്ണൂരിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കണ്ണൂരേക്ക് പോവുകയാണ്. കണ്ണൂരിൽ എത്തുന്നത് തന്നെ രാവിലെ 7 മണിക്ക് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കണ്ണൂരിൽ എത്തുന്നത്, ഫോറൻസിക് ലാബിലേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ മറ്റ് തിരക്കുകളൊന്നുമില്ല. ജോയിന്റ് ഡയറക്ടറുണ്ട്, വനിതയാണ്. ഈ ഉദ്യോഗസ്ഥ അവരുടെ റൂമിലുണ്ടാകും. പുറത്ത് റിസപ്ഷനിലെ ഒരാളുണ്ടാകും. അവിടെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടതുണ്ട്. 5 മണിക്കുള്ള ട്രെയിനിന് തിരിച്ചു പോകേണ്ടതാണ് എന്ന കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഈ റിസപ്ഷനിലുള്ള ഉദ്യോഗസ്ഥ അകത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥയെ കാണുകയും അകത്തു നിന്ന് ഉച്ചത്തിൽ ശബ്ദം കേൾക്കുകയും ചെയ്തു. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ ജോയിന്റ് ഡയറക്ടർ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം 2 മിനിറ്റ് കൊണ്ട് തന്നെ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. അതായത് അദ്ദേഹം പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ അവിടെ കടം വാങ്ങാൻ ചെന്നിരിക്കുന്നത് പോലെ അവർക്ക് മുന്നിൽ നിൽക്കണം. കുനിഞ്ഞ് നട്ടല് ഇല്ലാതെ ആകുന്ന അവസ്ഥ, ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. തനിക്ക് മാത്രമല്ല, അവിടെ എത്തുന്ന മറ്റ് പോലീസുകാരും ഇതേ നിലയിലാണ്, ഇതേ അവസ്ഥയാണ്. ഈ സാമ്പിൾ കൈമാറുകയും അത് കൈപ്പറ്റിയെന്നുള്ള കാര്യം അവർ എഴുതി നൽകുകയും ചെയ്യുന്നതോടുകൂടി അവിടുത്തെ നടപടിക്രമങ്ങൾ കഴിയുകയാണ്. പക്ഷേ ഇത്തരം ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് ചെന്നിട്ട് പോലും ഫോറൻസിക് ലാബിലെ മേലുദ്യോഗസ്ഥ അവർ കാണിക്കുന്ന സമീപനം അത് ഏറ്റവും മോശമായ ഒരു പ്രവണതയായി തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ആര്യ. തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.
100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന്. രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയാണ് വിധി പറയുക. കേസ് അപ്പീലിന്മേൽ വാദം പൂർത്തിയായിരുന്നു. ഗുസ്തിയിൽ വെള്ളി മെഡലിന് അർഹതയുണ്ടെന്നാണ് വിനേഷിന്റെ വാദം. കൊൽക്കത്തയിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ OP ബഹിഷ്കരിച്ചാണ് സമരം. മഹാരാഷ്ട്ര ഡോക്ടേഴ്സ് അസോസിയേഷനും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസന്വേഷണം 7 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജേർണലിസ്റ്റ്, മീഡിയ